സെക്സും പ്രണയവും കലയും സമന്വയിപ്പിച്ച മലയാള സിനിമകൾ വോളിയം 14. 1997 ചക്രവർത്തിനി ഫിലിം കോർപ്പറേഷൻ നിർമ്മിച്ച് ബാബു ജനാർദ്ദനൻ കഥ തിരക്കഥ സംഭാഷണം എഴുതി ശ്യാം സംഗീത സംവിധാനം നിർവഹിച്ച് സുരേഷ് ഗോപി, ജഗതി ശ്രീകുമാർ, ജഗദീഷ്, ഖുഷ്ബു, വാണി ജയറാം, കാവേരി, കൽപ്പന എന്നിവരെ മുഖ്യ കഥാപാത്രങ്ങളാക്കി IV ശശി സംവിധാനം ചെയ്ത അനുഭൂതി എന്ന സിനിമയും 1997 തന്നെ ഭാനുപ്രിയ, കൃഷ്ണ, തിലകൻ, നെടുമുടി വേണു എന്നിവരെ മുഖ്യ കഥാപാത്രങ്ങളാക്കി സുരേഷ് ഉണ്ണിത്താൻ സംവിധാനം ചെയ്ത ഋഷ്യശൃംഗൻ എന്ന സിനിമയും 1998 ഭരതനും ജോൺ പോളും ചേർന്ന് കഥാ തിരക്കഥ സംഭാഷണം എഴുതി വിനീത്, സാക്ഷി ശിവാനന്ദ്, കവിയൂർ പൊന്നമ്മ, നാസർ എന്നിവരെ മുഖ്യ കഥാപാത്രങ്ങളാക്കി ഭരതൻ സംവിധാനം ചെയ്ത മഞ്ജീരധ്വനി എന്ന സിനിമയും 1999 തന്നെ 1-to-1 ക്രിയേഷൻസ് നിർമ്മിച്ച് TK രാജീവ് കുമാർ എഴുതി MG രാധാകൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ച് തിലകൻ, മഞ്ജു വാര്യർ, ബിജു മേനോൻ, സിദ്ദിഖ്, കലാഭവൻ മണി തുടങ്ങിയ താരങ്ങളെ മുഖ്യ കഥാപാത്രങ്ങളാക്കി TK രാജീവ് കുമാർ സംവിധാനം ചെയ്ത കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയും 2000 ബിജു മേനോൻ, സംയുക്ത വർമ്മ, തിലകൻ എന്നിവരെ മുഖ്യ കഥാപാത്രങ്ങളാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മഴ എന്ന സിനിമയും 2000 വാണി വിശ്വനാഥ്, ഭരത് ഗോപി, നെടുമുടി വേണു, MR ഗോപകുമാർ, നരേന്ദ്രപ്രസാദ് എന്നിവരെ മുഖ്യ കഥാപാത്രങ്ങളാക്കി TV ചന്ദ്രൻ സംവിധാനം ചെയ്ത സൂസന്ന എന്ന സിനിമയും 2003 കലവൂർ രവികുമാർ തിരക്കഥ എഴുതി ജിഷ്ണു, ഗീതു മോഹൻദാസ്, സിദ്ദിഖ്, നിത്യദാസ്, സുജിത, സുധീഷ് എന്നിവരെ മുഖ്യ കഥാപാത്രങ്ങളാക്കി വേണുഗോപൻ സംവിധാനം ചെയ്ത ചൂണ്ട എന്ന സിനിമയും 2004 കണ്ണൻ നിർമ്മിച്ച് കലവൂർ രവികുമാർ തിരക്കഥ എഴുതി അമൃത പ്രകാശ്, ജയപ്രകാശ്, ലാലു അലക്സ്, ഭാനുപ്രിയ എന്നിവരെ മുഖ്യ കഥാപാത്രങ്ങളാക്കി കമൽ സംവിധാനം ചെയ്ത മഞ്ഞുപോലൊരു പെൺകുട്ടി എന്ന സിനിമയും 2004 പൃഥ്വിരാജ്, ഷീല, ഗീതു മോഹൻദാസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ടെനീസി വില്യംസ് എഴുതി ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത് ടോം ജോർജ് കോലത്ത് നിർമ്മിച്ച അകലെ എന്ന സിനിമയും 2004 യഗ്ന ഫിലിംസിന്റെ MN തങ്കച്ചൻ നിർമ്മിച്ച് മഹേഷ് മിത്ര എഴുതി ശിവ, അനു ശശി, സ്വാതി വർമ്മ, റിയാസ് ഖാൻ, ലക്ഷ്മി ഗോപാലസ്വാമി, ജഗതി ശ്രീകുമാർ, ജഗദീഷ് എന്നിവരെ മുഖ്യ കഥാപാത്രങ്ങളാക്കി IV ശശി സംവിധാനം ചെയ്ത സിംഫണി എന്ന സിനിമയും 2005 മോഹൻലാൽ, മീര വാസുദേവ്, അർജുൻ ലാൽ, നെടുമുടി വേണു, ജഗതി ശ്രീകുമാർ എന്നിവരെ മുഖ്യ കഥാപാത്രങ്ങളാക്കി പത്മരാജന്റെ കഥയ്ക്ക് ബ്ലസി തിരക്കഥാ സംഭാഷണം ഒരുക്കി സംവിധാനം ചെയ്ത തന്മാത്ര എന്ന സിനിമയും. ഈ സിനിമകളെല്ലാം തന്നെ സെക്സും പ്രണയവും കലയും ഒക്കെ സമന്വയിപ്പിച്ച കലാമൂല്യമുള്ള സിനിമകളായിരുന്നു.